എത്ര യുക്തിവാദികളും എക്സും അല്ലാത്തതുമായ ആളുകൾ ഇസ്ലാമിനെതിരെ പറയാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സമ്മാനം കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ചില്ലറയൊന്നുമല്ല അവർ ഈ ഉമ്മത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി തരുന്നത്. അവരാ ആരോപണം ഉന്നയിക്കുമ്പോഴല്ലേ ഇപ്പുറത്ത് പഠിക്കാൻ നിൽക്കുന്നത്. ആർക്കെങ്കിലും അറിയായിരുന്നു എന്താ വഖഫ് നിയമമെന്ന്? വഖഫ് പഠിച്ചില്ലേ? എന്തെല്ലാം നിയമങ്ങൾ പഠിച്ചു? ഇതൊക്കെ ഇവന്മാരെ തോണ്ടുമ്പോഴല്ലേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ അവസരമുണ്ടാക്കി തരികയാണ് അവരെ. ഇസ്ലാം ഹോട്ട് ഷെയറിലാണ്, അതെന്നും അങ്ങനെയായിരിക്കും. ഖുർആനും അങ്ങനെയാ. അതിന് അപ്പൊ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. മാങ്ങ കായ്ക്കുന്ന മാവിനല്ലേ ഏറ് വരുള്ളൂ, അല്ലാത്തതിന് ആരെറിയാൻ പോവാന്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദീൻ എത്ര മനോഹരമാണ്. അവിടെ തീരുന്ന വിഷയമേ, നമ്മൾ ഇളകാതിരുന്നാൽ മതി. നമ്മൾ പഠിക്കണം. ഈ ഖുർആൻ മനുഷ്യൻ 21, 22, 23 നൂറ്റാണ്ടായിക്കോട്ടെ, ഖുർആൻ പോലോത്ത അറബ് ഭാഷ സംസാരിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളല്ലാത്തവർ ലോകത്തുണ്ട്. പരിശ്രമിച്ചോട്ടെ, ഖുർആൻ പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല. ഖുർആൻ ഒരു വേറെ ഭാഷയാണെന്നാ ചിലർ പറയാ. പണ്ഡിതന്മാർ അങ്ങനെ പറയാം. അറബ് ഭാഷ, അറബ് അക്ഷരമാണ്. പക്ഷേ അറബ് അക്ഷരങ്ങളെ കൊണ്ട് ഖുർആൻ പോലത്തെ ഒരു ഫ്ലോ ഉള്ള ഒരു സെന്റൻസ് കൊണ്ടുവരാൻ കഴിയില്ല. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.